എന്താ സഹോദരന്മാരെ? അപ്പൊ എന്താ വിഷയം? ആ ഒരു പരിപാടി ഒന്നുമില്ല. ആകെ ബൽക്ക് വ്യവസ്ഥ ചെയ്താൻ വരുന്ന പണി സുന്യാളെ മുന്നിക്കാണ്. ആകെ ഇവർക്ക് ഖണ്ഡനം നടത്താനുള്ളത് കാന്തപുരം ഉസ്താദിന്റെ ഗീബത്താണ്. അതാണ് ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ബല് വല്ല മരത്തുമ്മ കയറാനും തെങ്ങുമ്മ കയറാനും പോണ്ടി വരൂലേ? അതാണ് പ്രശ്നം. അങ്ങനെ നോക്കുങ്ങൾ സമുദായത്തിലുണ്ടായ ഒരു നല്ല യോജിപ്പിനെ എത്ര വക്രബുദ്ധിയോടുകൂടെയാണ് ഈ മൗലവിമാര് കൈകാര്യം ചെയ്തത്. തോട്ടു എന്ന് പറയുന്ന ഒരു സാധുണ്ട്, ഒരു സഫീഹ്, കൂരിയാട് നദിയുടെ വാക്ക് കടടുക്കുകയാണ്. ആ തോട്ടു അയാള് പറയാണ് ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ച് പൊട്ടന്മാര്. എന്താ കാരണം? മർക്കസിന്റെ സമ്മേളനത്തിൽ പോയിരുന്നതാണ് കുഴപ്പം. എന്നിട്ട് ചങ്ങായി പറയാ സംഗതി ഞമ്മളെ നേതാക്കന്മാരൊക്കെ തന്നെയാണ്, പക്ഷെ തലന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇവന്റെ തലന്റെ ഉള്ളിൽ ആ വൈറ്റ് ഹൗസ് മുഴുവല്ലേ. ആ തോട്ടുവിന്റെ പൊട്ടത്തിലൊന്ന് നോക്കി ഭരിച്ചാൽ UDF 6 നമ്പർ മൂപ്പർ മർക്കസ് സമ്മേളനത്തിലും കാട്ടിവെക്കി. പൊട്ടന്മാർക്ക് തിരിയോ എന്തിനാ അയാൾ വിളിച്ചത്? പോയാണ്ടിരുന്നു കൊടുത്തു. കാര്യം നമ്മൾ MLA മാർ നേതാക്കന്മാരൊക്കെയാണ്, പക്ഷെ ബുദ്ധിപരമായി പിന്നോക്കാവസ്ഥയാണ്, പറയാക്കാൻ പറ്റൂല. പൊട്ടന്മാർക്ക് തിരിയോ എന്തിനാ അയാൾ വിളിച്ചത്? പോയാണ്ടിരുന്നു കൊടുത്തു. കാര്യം നമ്മൾ MLA മാർ നേതാക്കന്മാരൊക്കെയാണ്, പക്ഷെ ബുദ്ധിപരമായി പിന്നോക്കാവസ്ഥയാണ്, പറയാക്കാൻ പറ്റൂല. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരു സെക്കുലർ ജനാധിപത്യ സംവിധാനത്തിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ഒരു പണ്ഡിതൻ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി സമുദായത്തെ സേവിക്കുക എന്നത് കച്ചവടമല്ല സാധു. അതിന് അന്തെന്നാ മലയാളത്തിൽ പറയാ, അതിന് ബുദ്ധി എന്നാ മലയാളത്തിൽ പറയാ. ഇനി നോക്ക് സഹോദരന്മാരെ, ഉണ്ടായില്ലേ? ഞങ്ങള് പണ്ടായി ചെയ്തപ്പോ നിങ്ങൾ കുതിരയാക്കി. അവസാനം നിങ്ങളെ സ്റ്റേജുമ്മ ശ്രീധരൻ പിള്ള എത്തിയില്ലേ? അവസാനം നിങ്ങളുടെ സ്റ്റേജുമ്മ ബിനോയ് വിശ്വ എത്തിയില്ലേ? അവസാനം നിങ്ങളുടെ സ്റ്റേജുമ്മ കോഴിക്കോട് മേയറായ CPM-കാരൻ എത്തിയില്ലേ? എന്താ വ്യത്യാസം? ഞങ്ങള് കേറിയ ബസ് സ്റ്റോപ്പിക്ക് നിങ്ങൾ എത്തണമെങ്കിൽ തന്നെ ഒരു 100 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ഈ സനത് വേച്ചൂട്ടിയ ഒക്കാത്ത. ഞങ്ങളെ കൊല്ലം നിങ്ങളെ കൊല്ലം ഒരുപാട് നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരാ പൊട്ടൻ? MSF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് മർക്കസ് സമ്മേളനത്തിൽ വന്നതുകൊണ്ട് ബുദ്ധിപരമായി പിന്നോക്കക്കാരനാണോ? കുട്ടി അഹമ്മദ് കുട്ടി ബുദ്ധിപരമായി പിന്നോക്കക്കാരനാണോ? അങ്ങനെ MK മുനീർ ബുദ്ധിപരമായി പിന്നോക്കക്കാരനാണോ? മർക്കസിന്റെ VIP സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോൾ അതിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബുദ്ധിപരമായി പിന്നോക്കക്കാരനാണോ? ഓലൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ വർത്താനം കുതിരവട്ടത്തെ വർത്താനാണ്. ഞങ്ങളും ബന്നെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കുതിരവട്ടത്തിൽ എന്നാ പിന്നെ ഓല ബുദ്ധിമാന്മാരെ ചെല്ലുണോര് പോയത്തക്കാരേക്കാരം.